മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ച് മികച്ചൊരു വർഷമായിരുന്നു 2023. വ്യത്യസ്ത പ്രമേയങ്ങളും വ്യത്യസ്ത കഥാപാത്രങ്ങളുമായി മമ്മൂട്ടി പ്രേക്ഷകരെ ഞെട്ടിച്ച വർഷം കൂടിയാണ് 2023. ഈ വർഷം 5 ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി പുറത്തു വന്നത്. ഈ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര കോടികൾ നേടിയെന്ന് നമുക്ക് നോക്കാം. നൻപകൽ നേരത്ത് മയക്കം. ലിജോ ജോസ് പെല്ലിശ്ശേരി മമ്മൂട്ടി കോംബോ ആദ്യമായി ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കിക്കണ്ട ചിത്രമാണ് നൻപകൽ നേരത്ത് മയക്കം. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ നിർമ്മാണ സംരംഭമായിരുന്നു ഈ ചിത്രം. ഒരു നടനെന്ന രീതിയിൽ മമ്മൂട്ടിക്ക് തൻ്റെ അഭിനയ മികവ് ഒന്നുകൂടി മാറ്റുരയ്ക്കാൻ സാധിക്കുന്ന ചിത്രമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാകണം മമ്മൂട്ടി ഈ ചിത്രം ഏറ്റെടുത്ത് ചെയ്യുവാനും കാരണം. ചിത്രത്തിൽ ജെയിംസ്, സുന്ദരം എന്ന 2 കഥാപാത്രങ്ങളായി മമ്മൂട്ടി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ മികച്ചു നിൽക്കുന്ന ചിത്രം റിലീസിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും നിരൂപക പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. പല അവാർഡുകളും നേടിയെടുത്ത സിനിമ 2022 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡും സ്വന്തമാക്കി. 2022 മികച്ച നടനുള്ള അവാർഡും നൻപകൽ നേരത്ത് മയക്കത്തിലൂടെ മമ്മൂട്ടിക്ക് ലഭിക്കുകയും ചെയ്തു. ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ പോകുന്ന സിനിമ അല്ലാതിരുന്നിട്ടുകൂടി ചിത്രം അതിന്റെ ബഡ്ജറ്റിനെ മറികടന്ന് ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി. 3 കോടി ബഡ്ജറ്റിലൊരുങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 7 കോടിയോളം രൂപ സ്വന്തമാക്കി. ക്രിസ്റ്റഫർ. ആറാട്ട് എന്ന ചിത്രത്തിന് ശേഷം ബി ഉണ്ണികൃഷ്ണനും ഉദയകൃഷ്ണയും ഒന്നിച്ച് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ റിവഞ്ച് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ക്രിസ്റ്റഫർ. വിജിലന്റ് കോപ്പായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നിയമത്തിനതീതമായി കുറ്റവാളികളെ തേടിപ്പിടിച്ച് ശിക്ഷ നടപ്പാക്കുന്ന പോലീസ് കഥാപാത്രമായിരുന്നു ക്രിസ്റ്റഫർ ആന്റണി. ആറാട്ടിനു ശേഷം വരുന്ന ബി ഉണ്ണികൃഷ്ണൻ പടമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ രീതിയിൽ പ്രതീക്ഷകൾ കൽപ്പിക്കാത്ത ചിത്രമായിരുന്നു ക്രിസ്റ്റഫർ. എന്നാൽ ക്രിസ്റ്റഫറിന്റെ ടീസറും ട്രെയിലറുമൊക്കെ പുറത്തു വന്നതോടുകൂടി ചിത്രത്തിന് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല മമ്മൂട്ടി പോലീസ് വേഷമണിഞ്ഞ് വീണ്ടും വരുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തത കാണുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്നു. 2023 ഫെബ്രുവരി 9 റിലീസ് ചെയ്ത ചിത്രത്തിന് പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് മോശം അഭിപ്രായം ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചില്ല. പക്ഷേ ചിത്രത്തിന് പുതുമയൊന്നും നൽകാൻ കഴിയാത്തത് തിരിച്ചടിയായി. ക്ലീശേ സ്റ്റോറി ലൈനും കണ്ടുമടുത്ത രംഗങ്ങളും ചിത്രത്തിന് പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു. ഡയറക്ഷനും ക്യാമറയും BGM ഒക്കെ മികച്ചു നിന്നെങ്കിലും തിരക്കഥയിലൊരു മേന്മയുമില്ലാത്തത് ചിത്രത്തിന്റെ മൗത്ത് പബ്ലിസിറ്റി ബാധിച്ചു. ഉദയകൃഷ്ണൻ എന്നൊരു ഒറ്റ പേരുകൊണ്ട് സിനിമക്ക് കയറിയുന്ന പ്രേക്ഷകർ ഈ പേരുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ സംശയിച്ചിരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയതിന്റെ ഉദാഹരണം കൂടിയാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ. ഇതിന്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ് ദിലീപിന്റെ ബാന്ദർ എന്ന സിനിമ. ചിത്രത്തിന് മോശമായി അഭിപ്രായം ലഭിച്ചില്ലെങ്കിൽ കൂടിയും ചിത്രത്തിന് മേന്മയായി എടുത്തു പറയാൻ തക്കതായ ഒന്നും ഇല്ലാത്തത് ചിത്രത്തിന്റെ മൗത്ത് പബ്ലിസിറ്റി ബാധിച്ചു. 20 കോടി ബഡ്ജറ്റിലൊരുങ്ങിയ ക്രിസ്റ്റഫർ ബോക്സ് ഓഫീസിൽ പതിയെ താഴെ പോയി. ആവറേജ് ലിസ്റ്റിൽ പോലും കയറാനാകാതെ ചിത്രം ഫ്ലോപ്പായി മാറുകയായിരുന്നു. 20 കോടി മുടക്കിയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചത് 15 കോടി രൂപ മാത്രമാണ്. ഏജന്റ്. യാത്ര എന്ന തെലുങ്ക് ചിത്രത്തിന് ശേഷം മെഗാസ്റ്റാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് ചിത്രമാണ് ഏജന്റ്. അഖിലക്കിനേനി നായകനായി എത്തിയ ചിത്രത്തിൽ മേജർ മഹാദേവ് എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ടത്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ ഗസ്റ്റ് റോളിൽ എത്തുന്നു എന്ന ചിത്രം എന്ന രീതിയിലാണ് ഏജന്റ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് വെറും ഗസ്റ്റ് റോൾ അല്ലായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ നായകനൊപ്പം സ്കോർ ചെയ്യുന്ന കഥാപാത്രം തന്നെയായിരുന്നു ഏജന്റിലെ മഹാദേവ്. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രം സാധാ തെലുങ്ക് ചിത്രങ്ങളിലെ മസാല ചേരുവകൾ ചേർത്ത് കുളമാക്കി എന്ന് പറയാൻ. അനാവശ്യമായ റൊമാൻറ്റിക് രംഗങ്ങളും പാട്ടുകളും ചിത്രത്തിന്റെ ഒഴുക്കിനെ ബാധിച്ചു. പ്രേക്ഷകനും സിനിമയും തമ്മിലുള്ള കണക്ഷൻ സിനിമയ്ക്ക് പല സ്ഥലങ്ങളിലും നഷ്ടമായി. ബ്രഹ്മാണ്ഡം എന്ന രീതിയിൽ വന്ന ചിത്രം തിരക്കഥയിലെ പാളിച്ചകൾ കാരണം ഒരു സാധാ തെലുങ്ക് പടമായി മാറിയ കാഴ്ചയാണ് കണ്ടത്. സമ്മിശ്ര പ്രതികരണം ലഭിച്ച ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ചിത്രത്തിൽ മികച്ചു നിന്നതും അഭിനന്ദനങ്ങൾ ലഭിച്ചതും മമ്മൂട്ടിയുടെ പെർഫോമൻസിന് തന്നെയായിരുന്നു. കേരളത്തിന് പുറത്ത് തെലുങ്കിലും പരാജയം നേരിടേണ്ടി വന്ന ഏജന്റ് നിർമ്മാതാവിന് വൻ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സിനെ പറ്റിയുള്ള വാദങ്ങളും കേസുകളും ഇപ്പോഴും തുടരുകയാണ്. ചിത്രം ഇതുവരെ OTTയിൽ പോലും ലഭ്യമാകാത്തതിനു കാരണം ഇതുതന്നെയാണ്. 85 കോടി ബഡ്ജറ്റിലൊരുങ്ങിയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ ലഭിച്ചത് 8 കോടി രൂപയാണ്. ഇതുകൊണ്ട് തന്നെ ചിത്രം എത്ര വലിയ ദുരന്തമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ണൂർ സ്ക്വാഡ്. മമ്മൂട്ടി കമ്പനിയുടെ 4ാമത്തെ നിർമ്മാണ ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ്. യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചിത്രീകരിച്ച ചിത്രം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാതെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആദ്യ ദിവസം മുതൽ മികച്ച അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത്. യൂണിഫോം പോലും ഇല്ലാതെയുള്ള മമ്മൂട്ടിയുടെ പോലീസ് കഥാപാത്രവും മമ്മൂട്ടിയുടെ സ്ക്വാഡിനെയും പ്രേക്ഷകർ ഏറ്റെടുത്തു. പെർഫോമൻസ്, ഡയറക്ഷൻ, ക്യാമറ, BGM എന്ന എല്ലാ നിലയിൽ മികച്ചെന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 32 കോടിയോളം രൂപ ബഡ്ജറ്റ് വന്ന ചിത്രത്തിന് ആഗോള ബിസിനസ്സിൽ 100 കോടിയോളം രൂപ സ്വന്തമാക്കാൻ സാധിച്ചു. കാതൽ.
വ്യത്യസ്ത പ്രമേയങ്ങൾ സിനിമയാക്കാനുള്ള ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി ജ്യോതിക കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രമാണ് കാതൽ. സാധാ ഫാമിലി ഡ്രാമയെന്ന് വിചാരിച്ചിരുന്ന ചിത്രം റിലീസുകൾക്ക് കുറച്ച് ദിവസം മുമ്പാണ് ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ചിത്രം ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരുന്നു. ഇതിനെപ്പറ്റി പല വാദങ്ങളും ഉയർന്നു വന്നു. മമ്മൂട്ടിയുടെ കഥാപാത്രം പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുമെന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. പല ഗൾഫ് നാടുകളിലും ചിത്രം ബാൻ ചെയ്തു എന്ന വാർത്ത പ്രേക്ഷകരെ കാതലിലേക്ക് ഒന്നുകൂടി ആകർഷിപ്പിച്ചു. കാത്തിരിപ്പിന് ശേഷം കാതൽ നവംബർ 23-ന് റിലീസ് ചെയ്തു. പ്രതീക്ഷിച്ച പോലെ ചിത്രത്തിലെ മമ്മൂട്ടി കഥാപാത്രം പ്രേക്ഷകരെ ഞെട്ടിച്ചു. പല നിരൂപക പ്രശംസയെയും കാറ്റിൽ വർത്തിക്കൊണ്ട് ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു. മമ്മൂട്ടിയുടെ അഭിനയ മികവിനെയും സിനിമയുടെ പ്രമേയത്തിനെയും പറ്റി അഭിനന്ദനങ്ങളാണ് ഉയർന്നു വന്നത്. മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസിലുള്ള വിശ്വാസം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന ചിത്രം കൂടിയായിരുന്നു കാതൽ. ചിത്രം ഇപ്പോഴും ഗംഭീര അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് തിയേറ്ററുകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോ ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ചിത്രം ഇതിനോടകം തന്നെ ബഡ്ജറ്റിനെ കവർ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത ചിത്രം കൂടുതൽ സ്ക്രീനുകളിലേക്ക് വ്യാപിക്കുകയും ഹിറ്റായി മാറുകയുമാണ് ചെയ്തത്. 10 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിന് ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ 14 കോടിയോളം രൂപ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നതുകൊണ്ട് തന്നെ കളക്ഷനിൽ മാറ്റം വന്നേക്കാം. ഏജന്റിനെ മാറ്റി നിർത്തിയാൽ നായകനായി അഭിനയിച്ച 4 ചിത്രങ്ങളാണ് 2023-ൽ മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്തത്. ഇവയിൽ ക്രിസ്റ്റഫർ മാത്രമാണ് ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെക്കാതെ പോയ ചിത്രം. ബാക്കി 3 ചിത്രങ്ങളും മമ്മൂട്ടി എന്ന നടന് നിരൂപക പ്രശംസയും ബോക്സ് ഓഫീസ് റെക്കോർഡുകളും നേടിക്കൊടുത്തവയാണ്. മാത്രമല്ല റിലീസ് ചെയ്ത 3 ചിത്രവും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രങ്ങളായിരുന്നു. കണ്ടന്റ് ബേസ് വെച്ച് 3 വ്യത്യസ്ത ജോണറും 3 വ്യത്യസ്ത കഥാപാത്രങ്ങളുമാണ് മമ്മൂട്ടിക്ക് ലഭിച്ചത്. മമ്മൂട്ടിയെ പോലെ മമ്മൂട്ടി കമ്പനിയും ഒരു ബ്രാൻഡായി മാറിയ വർഷമാണ് 2023. ഇനി 2024 വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബസൂക്ക. ഡിനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ചിത്രം പുതിയ മേക്കിംഗ് രീതിയാണ് പരീക്ഷിക്കുന്നത്. ചിത്രം ജനുവരി അവസാനമോ ഫെബ്രുവരി തുടക്കത്തിലോ റിലീസ് ചെയ്യാനാണ് പദ്ധതി. അതേസമയം മമ്മൂട്ടി സ്പെഷ്യൽ അപ്പിയറൻസായി എത്തുന്ന അബ്രഹാം ഓസ്ലറും യാത്ര 2-വും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എബ്രഹാം ഓസ്ലറിൽ ജയറാമിൻ്റെ കഥാപാത്രത്തെ സഹായിക്കാനെത്തുന്ന സ്റ്റൈലിഷ് റോളാണ് മമ്മൂട്ടിയുടേത്. മമ്മൂട്ടി ആരാധകർക്ക് കൈയടിക്കാൻ പറ്റിയ വിധത്തിലായിരിക്കും ഓസ്ലറിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. ചിത്രം പുതുവർഷത്തിൽ ജനുവരി 11-നാണ് റിലീസ് ചെയ്യുന്നത്. YS രാജശേഖർ റെഡ്ഡിയുടെ പദയാത്രയെ ആസ്പദമാക്കി 2019-ൽ റിലീസ് ചെയ്ത ചിത്രമാണ് യാത്ര. മമ്മൂട്ടി മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡിയായി എത്തിയ ചിത്രം തെലുങ്കിൽ വലിയ വിജയമായി മാറിയിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ 2ാം ഭാഗം യാത്ര 2 അണിയറയിൽ ഒരുങ്ങുകയാണ്. YS രാജശേഖർ റെഡ്ഡിയുടെ മകനായ ജഗൻ്റെ കഥയാണ് യാത്ര 2-വിൽ പറയാൻ പോകുന്നത്. ജീവയാണ് ജഗനായി എത്തുന്നത്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിനോടകം തന്നെ റിലീസ് ചെയ്തിരുന്നു. ആന്ധ്ര തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുവരുന്ന ചിത്രം ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്യുന്നത്. ഭ്രമയുഗം. ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭ്രമയുഗം. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ പ്രമേയമാകുന്ന ചിത്രത്തിൽ ദുർമന്ത്രവാദിനിയായാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. ഹൊറർ പശ്ചാത്തലത്തിൽ വരുന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെന്നാണ് പറയപ്പെടുന്നത്. മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ അർജുൻ അശോകനാണ് മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ചിത്രം മാർച്ചിലായിരിക്കും റിലീസ് ചെയ്യുക. ടർബോ. മധുരരാജയ്ക്ക് ശേഷം മമ്മൂട്ടി വൈശാഖ് കോംബോ നിൽക്കുന്ന മാസ് ആക്ഷൻ ചിത്രമാണ് ടർബോ. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ ടർബോ ജോസ് എന്ന അച്ചായൻ കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത്. വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രം 2024-ൽ ഓണം വിഷു ഫെസ്റ്റിവൽ റിലീസായി തിയേറ്ററിൽ എത്തിക്കാനാണ് പദ്ധതിയിടുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് ഇതിനോടകം തന്നെ ശ്രദ്ധേയമായതാണ്. മമ്മൂട്ടി ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ. ഒരുപിടി വ്യത്യസ്ത ചിത്രങ്ങളുമായി 2024 മമ്മൂട്ടി തന്റെ കൈപ്പിടിയിലാക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.